ഓക്കെ, മാർക്കറ്റ് ഒരു ഇൻസൈഡ് കാനലാണ്. ഇപ്പോൾ ഇൻസൈഡ് കാനലിനുള്ളില് ഇപ്പോൾ ഇനി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത്ര ശരിയാകത്തില്ല. സി സൈഡിലാണ് ഒരു മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ എങ്കിൽ പോലും ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ നോക്കുന്നതാണ്. മാർക്കറ്റ് നമ്മൾ നേരത്തെ ഇന്ന് രാവിലത്തെ ലൈവ് അനാലിസിസിനകത്ത് പറഞ്ഞതുപോലെ സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇതിനിടയിൽ ആദ്യത്തെ ക്യാൻഡിൽ ഒരു നല്ലൊരു സെൽ ഓഫ് വന്നു. ആ സെൽ ഓഫ് മാത്രമേ ഞാൻ ട്രേഡ് ചെയ്തുള്ളൂ. പിന്നീട് ഇത് ഒരു കൺസോൾട്ടേഷൻ ആണ്. മാർക്കറ്റ് നല്ലൊരു കൺസോൾട്ടേഷൻ ആണ്. ഇവിടെ അത് തന്നെയാണ്. ഫസ്റ്റ് ക്യാൻഡിൽ ഇത് സെൻസെക്സിന്റെ ആദ്യത്തിൽ ഒരു ബുള്ളിഷ് വന്നു. ആദ്യമേ തന്നെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് വീഴുന്നിട്ട് അതുപോലെ റിക്കവർ ചെയ്യാൻ തുടങ്ങി. ഇത് റിക്കവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാനങ്ങ് ട്രേഡ് നിർത്തിയാണ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറി. അടുത്ത് കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ മാർക്കറ്റ് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ട്രേഡ് ചെയ്യാൻ പാടില്ല. ഒരു നല്ലൊരു ട്രേഡർ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ട്രേഡിൽ നിന്ന് എപ്പോൾ മാറി നിൽക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു ലെവലിനുള്ളിൽ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 680 റേഞ്ച്, ഇനി ഇതിനകത്തൊരു ട്രേഡ് ട്രിഗർ ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം മേളിലേക്ക്. ഈ ഒരു ലെവൽ ഇതൊരു ബോക്സ് ആണ്. ഇവിടാണ് ഇത് തട്ടി നിന്ന, അല്ലാതെ ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഏരിയ ബ്രേക്ക് ചെയ്ത് കയറിപ്പോണം. ഈ സൈഡിൽ തന്നെയാണ് ഇപ്പൊ ട്രിഗർ ചെയ്യുന്നത്. ഞാൻ എടുക്കുന്നില്ല. ഓൾറെഡി ഒരെണ്ണം പ്രോഫിറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി എടുത്ത് ഒഴിവാക്കിയാണ്. പക്ഷെ ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്. ഇൻസൈഡ് ക്യാൻഡിലിൽ പി കാണിച്ചിട്ട് കാര്യമില്ല. ഇൻസൈഡ് ക്യാൻഡിലിന് താഴെ പോകണം എന്നുള്ളതാണ്. നല്ല ട്രേഡാണ്. ഇപ്പോൾ എനിക്ക് ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എടുക്കുന്നില്ല. ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് കാരണം ഞാൻ അടുത്തത് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. രാവിലത്തെ സെഷൻ എടുക്കുന്നില്ല എന്ന് ചിന്തിച്ച ഒരു ട്രേഡാണ്. അപ്പോൾ അതിനുശേഷം ഇത് അതേ ട്രേഡ് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്ത ട്രേഡ് ഒരു 50 പോയിന്റ് ഞാൻ എടുത്ത പ്രൈസിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ ട്രേഡ് എടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള ഒരു പരിപാടിയല്ല. ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് ആലോചിച്ചിരുന്നാൽ മതി. ഏതെങ്കിലും പൊസിഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. മാർക്കറ്റ് ഭയങ്കര മിക്സഡ് ആണ്. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ രാവിലത്തെ ലൈവില് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത് വന്ന് ഈ ഒരു സപ്പോർട്ട് ഇവിടെ വന്ന് ഇത് ഹിറ്റ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിൽക്കുമ്പോൾ മാർക്കറ്റിന് ഈ ഒരു ഏരിയ ഞാനൊന്ന് വലുതാക്കാം. ഓക്കെ, വന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഇനി ട്രേഡ് ചെയ്യുന്ന റിസ്ക്കിയാണ്. ഇതിനെ ഷോർട്ട് ചെയ്യാനും നമുക്ക് പോകാൻ പറ്റത്തില്ല, ഇതിനെ ബൈ ചെയ്യാനും പോകാൻ പറ്റത്തില്ല. അത് കാരണം വെറുതെ നിൽക്കുക എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു രാവിലത്തെ മൊമെന്റം ട്രേഡ് ഫസ്റ്റ് ഒരെണ്ണം കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ ഉണ്ട് ഒരു ചെറിയൊരു ട്രേഡ് ഉണ്ട്. ഇതുവരെയുള്ള ഒരു ചെറിയൊരു ട്രേഡ് അവിടെ കിടപ്പുണ്ട്. വേണമെങ്കിൽ റിസ്ക് എടുത്ത് ട്രേഡിന് പോകാം. പക്ഷെ എക്സ്പയറി ആയതുകൊണ്ട് ട്രാപ്പ് ആയി പോയാൽ SL വെച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഈ ഒരു ഫോള് ഞാൻ ക്യാച്ച് ചെയ്തു. ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ ക്യാച്ച് ചെയ്തു. തിരിച്ച് ഇത് ഇൻസൈഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് ട്രേഡ് ചെയ്തില്ല. മൂന്നാമത് ഈ ഇൻസൈഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ഇതുവരെയുള്ള ഒരു ചെറിയൊരു ട്രേഡ് ഉണ്ട്. ഇതിന് റിസ്ക് റിവാർഡ് കുറവാണ്. ഇതിനകത്ത് ട്രേഡ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. പക്ഷെ ഞാൻ ട്രേഡ് ചെയ്യത്തില്ല. കാരണം റിവാർഡ് കുറവാണ്. ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് SL കീപ്പ് ചെയ്യേണ്ടത്. ഇതായിരിക്കണം ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു 1:1.85 എന്നുള്ള ഒരു ട്രേഡാണ്. പക്ഷെ അത്ര രസമുള്ള ഒരു ട്രേഡല്ല. സപ്പോർട്ടിന് അടുത്ത് നിന്നിട്ട് മാർക്കറ്റിന് ഷോർട്ട് ചെയ്യേണ്ടത്. ഇതേ സംഭവം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാല്, ഓക്കെ, ഇവിടെ ഇട്ടാൽ ഇത് മിനിമം ടാർഗറ്റ് ആണ്. ഇത്രയും വരും. ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ വെച്ചിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് 1:2 മേളിൽ കിട്ടും. ഇതൊരു ചെറിയ എമൗണ്ട് ആണ്. 24,550 റേഞ്ചിലേക്ക് നമുക്കിത് പോകും. അപ്പോൾ നമുക്ക് 1:3 റിസ്ക് റിവാർഡ് കിട്ടും. ഒരു ട്രേഡ് എടുക്കുമ്പോൾ ലാഭം കിട്ടാത്തൊരു ട്രേഡിൽ തല വെക്കരുത് എന്നുള്ള ബേസിക് കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ മറ്റേ ട്രേഡ് കണ്ടോ, അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടാനില്ല. നമ്മൾ എടുത്ത ബൈയിങ് പ്രൈസിന്റെ അടുത്ത് കിടന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലും ആണ്. അടുത്ത ക്യാൻഡിലിൽ നമുക്കൊരു എൻട്രിയും കിട്ടുന്നില്ല. സോ ട്രേഡ് വേണ്ട. എല്ലാ ട്രേഡും എനിക്ക് വേണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. ട്രേഡ് വേണ്ട. അതിന് പകരം വെയിറ്റ് ചെയ്യുന്ന ഒരു ട്രേഡറിന് ഇതൊരു പ്രൊഫഷണൽ ട്രേഡിംഗ് ആണ് എങ്കിൽ ഇതൊരു ഇമ്പൾസീവ് ട്രേഡിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് ട്രേഡ് എടുത്തോ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി ട്രേഡ് എടുക്കും. ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ മൊത്തത്തിൽ പാനിക് ആകുന്ന ഒരു സിറ്റുവേഷൻ വരും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ നല്ല ട്രേഡ് വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ ട്രേഡ് നല്ലൊരു ഫോളിനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, പെട്ടെന്ന് ട്രേഡ് ചെയ്തു, മാറി. അതുപോലെ ഇമ്പൾസീവ് ട്രേഡാണ്. ഫസ്റ്റ് ക്യാൻഡലിൽ ട്രേഡ് എടുക്കുന്ന പറയുന്നത് ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഉള്ള ഒരു ട്രേഡാണ്. പെട്ടെന്ന് നല്ല ലാഭം കിട്ടും, പെട്ടെന്ന് നമ്മൾ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യും. സോ
ക്വാണ്ടിറ്റി ഹൈ എടുക്കാൻ പറ്റത്തില്ല. വീണ്ടും ഇതെന്താണ്, ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയാണ്. ഈ ക്യാൻഡിലിന് ഇത്തിരി ലെങ്ത് കുറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. ഈ ഏരിയയ്ക്കും ഈ ഹൈന്റെ ഇടയിൽ ഇന്നത്തെ മാർക്കറ്റ് ഇതിനുള്ളിൽ സ്റ്റക്കാണ് എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. ട്രേഡ് ചെയ്യാതിരിക്കുന്ന ഒരു മനുഷ്യൻ കയ്യിലെ ക്യാപിറ്റൽ സേഫ് ആയിട്ട് വെച്ചിരിക്കും. ഇതിന് മേളിൽ പോയാൽ നിങ്ങൾക്ക് അപ്സൈഡിലേക്ക്, ഇതൊരു ചെറിയ ട്രേഡാണ്. ഇവിടെ ഒരു ചെറിയൊരു ട്രേഡ് കിടപ്പുണ്ട് 800 വരെ. 800 ബ്രേക്ക് ചെയ്യാൻ, ഇതിന് മേളിൽ കയറാൻ തുടങ്ങിയാൽ ഇത് 800 ബ്രേക്ക് ചെയ്യും. അതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം ഇതിനുള്ളിലേക്ക് വെളിയിലേക്ക് പോയാൽ ഇത് മറ്റേ ന്യൂട്ടൺസ് തേർഡ് ലോ പോലത്തെ ഒരു സംഭവമാണ്. പുറത്തേക്ക് പോയാൽ ഇതിനകത്തേക്ക് വലിക്കും, താഴേക്ക് വീഴുന്ന കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വലിക്കുന്ന ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. ഈ ഇൻസൈഡ് ക്യാൻഡിലിന്റെ പ്രത്യേകത അത് തന്നെയാണ്. പുറത്തോട്ട് പോകുന്നതിന് അകത്തോട്ട് വലിച്ചുകൊണ്ടിരിക്കും, വീഴാൻ പോയി കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തുകയും ചെയ്യും. സോ ആ ഒരു സോണ് കഴിയട്ടെ, അവിടെ ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആണ്. ആ സോണ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ പറയുന്നു പോവാം. ഞാൻ എന്തായാലും കയറില്ല, ബിക്കോസ് ഇത്രയും പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി അതിനകത്തൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു ട്രേഡിൽ പോയി ട്രാപ്പ് ആവാൻ പാടില്ല. സോ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇപ്പൊ 4ഓളം പേരും സ്റ്റുഡന്റ് തന്നെയാണ് അല്ലെ. അപ്പോൾ നിങ്ങളും അത് കണ്ട് പഠിക്കേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് വരട്ടെ, ഏതെങ്കിലും ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ട്രേഡ് എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് തൽക്കാലം വിട്ടേക്കാം. ഇപ്പോൾ നിഫ്റ്റി നാളെ എക്സ്പയറി ആണ്, അപ്പോൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ ലാഭമില്ല. സെൻസെക്സ് അവിടെ കുഴപ്പമില്ലാണ്ട് നിൽപ്പുണ്ട്. സെൻസെക്സ് ട്രേഡ് ലോ വന്ന് പക്ഷെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ഈ ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ ബയ്യർ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ബയ്യർ ഉള്ള ഏരിയയിൽ നമ്മൾ ട്രേഡ് പോകാൻ പാടില്ല. ബയ്യർ ഇല്ലാത്ത ഏരിയ ഏതായിരിക്കും? ഇതിന് താഴെ ആയിരിക്കും അല്ലെ. ഇതിന് താഴെ എടുക്കുക, ലാഭം എടുക്കുക. അപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ ട്രേഡ് കിട്ടില്ലേ, ഒരു കുഴപ്പമില്ല. ആദ്യത്തെ 1 മണിക്കൂറിന് ട്രേഡ് കിട്ടില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ഏരിയക്ക് നമുക്ക് ട്രേഡ് കിട്ടിയില്ലെങ്കിൽ അത് മിസ്റ്റേക്കാണ്. ഇവിടെ നിന്ന് ട്രേഡ് എടുത്താലും അത് മിസ്റ്റേക്കാണ്. കണ്ടോ, മാർക്കറ്റ് താഴോട്ട് വരുന്ന ഈ ഒരു ക്യാൻഡിൽ താഴോട്ടുള്ള പ്രഷർ, ഈ ഒരു ക്യാൻഡിൽ മേളിലോട്ടുള്ള പ്രഷർ. സോ ഇതിനെ 15 മിനിറ്റ് ക്യാൻഡിലോട്ട് സ്വിച്ച് ചെയ്ത ഇതൊരു ഡോജിയാണ് അല്ലെ. സോ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിനകത്ത് ഒരു വിഷൻ വരണം. നമ്മുടെ ഈ ക്യാൻഡിൽസ് എന്തിനെ സൂചിപ്പിക്കുന്നു, അടുത്ത 1 മണിക്കൂറത്തേക്ക് എന്താണ് അവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഇല്ലെങ്കിൽ ഡോജി ക്യാൻഡിൽ വെറുതെ നിൽക്കുക. ഡോജിക്ക് ഒരു ലെവല് നമ്മൾ വരയ്ക്കുക, ഇതിന്റെ താഴെ ഇല്ലെങ്കിൽ ഈ ഒരു ഏരിയക്ക് മേളിൽ. ഇവിടെ നിന്നാണ് പ്രഷർ വരുന്നത് അല്ലെ. ഈ പ്രഷർ വരുന്ന ഏരിയക്ക് മേളിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. അപ്പോ ഇതിനകത്ത് സെൻസെക്സിനകത്ത് നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ ഈ ഒരു ഏരിയ, ഓക്കെ, അത് നിർബന്ധമില്ല. ഇതിന് ഈ ഏരിയയോട് അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. വെറുതെ വരച്ചെന്നുള്ളേ ഉള്ളൂ. ഈ ഏരിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം. അല്ലാത്ത സമയം വെറുതെ നിൽക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ആ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ആലോചിച്ച് എടുക്കാന്നുള്ളതാണ്. SB മാർക്കറ്റ് ഭയങ്കര കൺഫ്യൂസ് ആണ്. കാണുന്നുണ്ട് IT സെക്ടർ, റിലയൻസ് ഒക്കെ ചെറിയൊരു നെഗറ്റീവ്, വളരെ ചെറിയൊരു നെഗറ്റീവ്. ബാങ്കിൽ 1-2 നെഗറ്റീവ്, അടുത്ത് കുറെ ബാങ്ക് പോസിറ്റീവ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി. ഇവിടെ തന്നെ ഈ ഒരു സംഭവം എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ഹെവി വെയിറ്റ്സ് ആയിട്ടുള്ള റിലയൻസ്, HDFC ബാങ്ക് 2 സൈഡിൽ നിൽപ്പുണ്ട്. ഇൻഫി നോർമലി വെറുതെ ഫ്ലാറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. കൊടാക് ബാങ്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം, ICICI. അപ്പോൾ ഒരു ബുള്ളിഷ് സൈഡിലാണ് ഇത്. കാരണം ബാങ്ക് നിഫ്റ്റിക്ക് ചെറിയൊരു ബുള്ളിഷ്നെസ് വരാൻ സാധ്യതയുണ്ട്. ഈ ബുള്ളിഷ്നെസ് ഇനിയും നോക്കുക, ഇതിന്റെ റെസിസ്റ്റൻസ് ഏതാണ്, അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ. 960 ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഇല്ല. ഇവിടെ 55,000 ആണ് ഇതിന്റെ റെസിസ്റ്റൻസ്. തിരിച്ച് ഇതിന്റെ മേളിൽ കയറി വരുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്യും മേളിലേക്ക്. ആ നിഫ്റ്റി ഡ്രാഗ് ചെയ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രേഡ് ട്രിഗർ ചെയ്യപ്പെട്ടേക്കാം. സോ ആ ഒരു കാൽക്കുലേഷനിൽ വെയിറ്റ് ചെയ്താൽ മതി. സോ ഇൻസൈഡ് ക്യാൻഡിൽ അവിടെ ട്രേഡ് ചെയ്തിട്ട് പോട്ടെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ ഓവർ ട്രേഡിംഗ് ഓർ ഫോമോ എഫക്ട് നമുക്ക് അവിടെ ഒഴിവാക്കുകയും ചെയ്യാം. സോ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴേക്കും ഇതിലേതെങ്കിലും ഒരു ഡയറക്ഷൻ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അത്യാവശ്യം ഫുഡും കഴിച്ച് നമ്മൾ ഓക്കെ ആയി നിൽക്കുന്ന, ഒരു കോഫിയും കുടിച്ച് നിൽക്കുന്ന ഒരാൾക്ക് അതിൻ്റെതായ ഒരു ബ്രൈറ്റ്നെസ് മൈൻഡിൽ കാണും. അതിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അപ്പോഴും SL അടിക്കാൻ സാധ്യതയുണ്ട്. SL അടിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ദ റിയാലിറ്റി, അക്സെപ്റ്റ് ദ പെയിൻ. ബിക്കോസ് സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയാണ്. ആ പെയിൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് ക്യാഷ് കാണാൻ പറ്റത്തില്ല. സോ SL വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുക, ലാഭം വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ എണീറ്റ് പോവുക എന്നുള്ളതേ ഉള്ളൂ. സോ ടൈം ആയിട്ടില്ല, നല്ല ടൈം വരുമ്പോൾ ട്രേഡ് ചെയ്യുക. ഫുള്ളി ഇൻസൈഡ് ക്യാൻഡിൽ ഞാൻ നിർത്തി. ഞാൻ ഇനി അടുത്ത് എപ്പോഴാണ് ഇതിന്റെ ഒരു അലേർട്ട്, ഇവിടെ ഒരു അലേർട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് പോകാം. സോറി, ഇത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, ഒരു അലേർട്ട് ക്രിയേറ്റ് കൊടുക്കുക, തിരിച്ചു പോവുക. ഓക്കെ, തിരിച്ച് താഴേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ, സിമ്പിൾ
അലർട്ട് കൊടുക്കുക, പോവുക. പ്രൊഫഷണലി ഇത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് മെസ്സേജ് വരും, നമ്മൾ നേരെ വരിക. ആ സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യണം തോന്നുവാണെങ്കിൽ ട്രേഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ലത് ഡിസിഷൻ എടുക്കുക, മാറുക, അത്രേ ഉള്ളൂ. ഇപ്പോ ജസ്റ്റ് ഞാനൊരു അനാലിസിസ് പറഞ്ഞു തന്നേ ഉള്ളൂ. ബിക്കോസ് ഇൻസൈഡ് ക്യാൻഡിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാശ് കളയുന്നത്. ഓപ്ഷൻ ബയ്യർ ഏറ്റവും കൂടുതൽ കയ്യിൽ നിന്ന് കാശ് പോകുന്ന ഈ ഒരു സമയത്താണ്. സോ ട്രേഡ് ചെയ്യാതിരിക്കുക. ഐ തിങ്ക് ലാസ്റ്റ് വീക്കിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാനും അർജുനും ലാസ്റ്റിൽ 2 മണിയായപ്പോൾ 1 മണിയായപ്പോഴേക്കും ഞങ്ങളുടെ P&L ഷെയർ ചെയ്തു. ഒരു ട്രേഡ് പോലും ട്രിഗർ ചെയ്തിട്ടില്ലായിരുന്നു. സ്വാഭാവികം അങ്ങനെ ചെയ്യുന്നതാണ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. എല്ലാ ട്രേഡും എടുക്കുക, എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുക എന്നുള്ളതൊന്നും അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ കാര്യങ്ങൾ വരട്ടെ. ഇത് അലേർട്ട് കറക്റ്റ് അല്ല കേട്ടോ. ഇതിനെ കുറച്ചുകൂടെ മേളിലോട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ബിക്കോസ് ഇതല്ല ഇതിന്റെ അലേർട്ട് ഏരിയ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഈ ഏരിയയെങ്കിലും ബ്രേക്ക് ചെയ്യണം. ഓക്കെ, കണ്ടോ അലേർട്ട് ട്രിഗർ ആയി, പക്ഷെ അത് സ്റ്റിൽ ഇൻസൈഡ് ക്യാൻഡിലാണ്. അവിടെ അല്ല അലേർട്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിന്റെ ഹൈ എങ്കിലും ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇല്ല, 24,800 ആണ് അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അലേർട്ട് വരുന്ന ഇതിന് മേളിൽ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ തീരുമാനിച്ചിരുന്നാൽ മതി. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, എന്തെങ്കിലും സ്റ്റോക്കിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല, ഞാനിത് ജസ്റ്റ് ഒന്ന് ഒരുപാട് കാലമായി. അപ്പോൾ നിഫ്റ്റി 15 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ബ്രോക്ക് ആണ്. 15 മിനിറ്റ് ക്യാൻഡിലിന്റെ ഹൈ നിഫ്റ്റിയിൽ ബ്രോക്ക് ചെയ്തോ? ഇപ്പൊ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും കേറിയില്ല. ഫസ്റ്റ് ട്രേഡ് എന്റെ കഴിഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എണീക്കുവാണ്. ഞാൻ 2 സൈഡിലേക്കും ഞാൻ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നില്ല. ഞാൻ ഇനി ഒരു 10 മണിക്ക് ശേഷം ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഓക്കെ, എന്റേത് റീസെറ്റ് ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ, സി സൈഡിൽ ട്രിഗർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് ഒരു SL കീപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാം. അറ്റ്ലീസ്റ്റ് ഈ ക്യാൻഡിലിന്റെ ലോ SL കീപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. ലൈവ് ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു ട്രേഡിൽ കെയറും SL കീപ്പ് ചെയ്യും. SL അടിച്ചു കഴിഞ്ഞാലും ലാഭം കിട്ടിയാലും ഞാൻ അവിടെ പോകുന്നതായിരിക്കും. 81,500 മേളിൽ ക്ലോസിംഗ് ആയിരിക്കും ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക. അതെല്ലാം ട്രിഗർ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിന്റെ ഹൈ. ഇതൊരു ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡാണ്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ മോസ്റ്റ്ലി പ്രോബബിലിറ്റി ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഇനി അതിനകത്ത് എൻട്രി ഉണ്ട്. റിസ്ക് എടുക്കുന്ന ആളാണെങ്കിൽ റിസ്ക് എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കാം. ഓക്കെ ഓക്കെ, ഇത് നോക്കിയിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം. ഇത് വേണമെങ്കിൽ ഇതിപ്പോ തിരിച്ച് താഴേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്യും എന്ന് തോന്നിയാൽ അവിടെ നിങ്ങൾക്ക് ചെയ്യാന്നുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. പെന്നോടെ പോയി. ഓക്കെ, അതെ, ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റിംഗ് കിട്ടിയാലും നല്ലതായിരുന്നു. റീടെസ്റ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ല. അത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഇമ്പൾസ് ആയിട്ടുള്ള ഒരു ബൗൺസിങ് ആണ്. ഈ ഒരു ബൗൺസിങ്ങിന്റെ കണ്ടിന്യൂറ്റിയാണ് അവിടെ പൊക്കോണ്ടിരിക്കുന്നത്. സോ സി സൈഡ് കയറുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ആണ് അവിടെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ട്രിഗർ ആയില്ല. ഇവിടുത്തെ ട്രേഡ് ട്രിഗർ ആവുന്നത് ഈ ഒരു സംഭവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം 760 to 800 ആയിട്ടുള്ള ഒരു കുഞ്ഞു ടാർഗറ്റ്. പക്ഷെ 800 ഇത് നിൽക്കത്തില്ല. കയറിയാൽ 840 എന്നുള്ളൊരു 840 to 880 വരെ അതിന്റെ ടാർഗറ്റ് ഉണ്ട്. പക്ഷെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂസ്ഡ് ഒരു സിറ്റുവേഷൻ ആണ്. കയറണോ വേണ്ടതെന്ന് മാർക്കറ്റിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെതായൊരു ലാഭം കിട്ടാൻ ഒരു സ്ലോ മോഷനിലായിരിക്കും പോവുക. ഒരു 800 മേളില് നമ്മൾ ഈ പറഞ്ഞ നമ്മളെ സ്ഥിരം സാധാരണ ട്രേഡ് പെട്ടെന്ന് പറക്കുന്ന ഒരു ട്രേഡ് വരും. ഇത് കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ള ഒരു ലൈനാണ് 24,800. ഞാൻ സ്ഥിരം പറയുന്ന ട്രേഡ് ഇല്ലേ 24,800, 25,000 താഴെ 24,600 എന്തെങ്കിലും ലെവലില്ലേ. താഴത്തെ 600 അടുത്ത് നിന്ന് നമ്മൾ ബൗൺസ് ചെയ്തു. പക്ഷെ ഇവിടെ ടാർഗറ്റിന്റെ അടുത്ത് എത്താറായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ അവിടെ നിന്ന് ഒരു കൺഫ്യൂസിങ് റേഞ്ചിലാണ്. ഇനി ചിലപ്പോൾ ഇത് റീടെസ്റ്റ് ചെയ്യും. ഇവിടെ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഇനി ഒരു നല്ലൊരു ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് പെട്ടെന്ന് കയറും. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തു, ഈ ഒരു കൺഫ്യൂഷൻ ഏരിയ ബ്രേക്ക് ചെയ്തു. പക്ഷെ ഒരു സ്ട്രെങ്ത് കിട്ടുന്നില്ല. അപ്പോൾ എൻട്രി എടുക്കണമെങ്കിൽ ഞാൻ ഇതിനെ ഇനിയിപ്പോ ഇത് റീടെസ്റ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് തിരിച്ച് ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രേഡ് ഇവിടെ നിന്ന് ട്രിഗർ ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രേഡിനെ നമുക്ക് വിട്ടുപോയാലും ബൗൺസിങ് ട്രേഡിനെ നമുക്ക് ക്യാച്ച് ചെയ്യാം.
അപ്പോൾ അത് കുറച്ചുകൂടെ കൺഫർമേഷൻ ഉള്ള ട്രേഡ് ആയിരിക്കും. ഇവിടെയും അത് തന്നെ, ഇത് ക്യാൻഡിൽ നിൽക്കുന്നുണ്ട്, ഒന്നുകിൽ ഇത് ക്ലോസ് ചെയ്യണം, 15 മിനിറ്റിന്റെ സ്ട്രോങ് ക്ലോസിങ് നമുക്ക് ഇവിടെ കിട്ടണം, ഈ കുറച്ചുകൂടെ മേളിൽ കയറിയിട്ട് ഒരു 780 മേളിൽ, ഇല്ലെങ്കിൽ 800 മേളിൽ ക്ലോസിങ് ചെയ്യട്ടെ എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് നല്ല ട്രേഡ് കിട്ടും. ഞാൻ എടുത്തില്ല, ഇതാണ് ആ ഒരു ട്രേഡിന്റെ സംഭവം എന്ന് പറയുന്നത്. ഇതിനെ കുറച്ച് ഇറക്കി കൊടുക്കാം, ഇവിടെ എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത് വന്ന് റീടെസ്റ്റ് ചെയ്യട്ടെ. ഇവിടെയും റീടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സോൺ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ സെല്ല് കീപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. റീടെസ്റ്റ് ചെയ്ത് കയറി പോട്ടെ, അത് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് കിട്ടും. ചാടിക്കയറണമെന്ന് ഇല്ല. സെൻസെക്സ് താഴോട്ട് വരുന്നുണ്ട്. എന്നാല് നമ്മുടെ സെൻസെക്സിലെ എല്ലാ സ്റ്റോക്കും ഗുഡാണ്. ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയിട്ട് റിലയൻസ് കൊള്ളാം, ICICI ബാങ്ക് കൊള്ളാം, നോക്കി ട്രേഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ഡോജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ മാർക്കറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു കൺഫ്യൂഷൻ പക്ഷെ വരും. അത് മേളിലേക്കുള്ള ഒരു പൊസിഷനാണ്, ഇത് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഈ സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊസിഷൻ എടുത്തിടാം, അത് ലാഭം കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. അത് കയറി പോകുന്നുണ്ട്. ഓക്കെ, അത് കയറി പോകുന്നുണ്ട്, അതിന്റെ ടാർഗറ്റിലേക്ക് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീടെസ്റ്റ് കിട്ടിയില്ല, നമുക്ക് അത് ഫുള്ള് റീടെസ്റ്റ് വന്നില്ല, അത് കയറി പോകുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൽപ്പ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ ലൈവ് ഇല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ഇപ്പോൾ ട്രിഗർ ചെയ്ത സമയത്ത് എന്റെ ഓർഡർ ട്രിഗർ ചെയ്യും. ഇവിടെ 80, ഞാനിപ്പോ എടുത്തത് 81,400 ആണെന്ന് തോന്നുന്നു. 81,500 സി. ഓക്കെ, ഇതിന്റെ പ്രൈസ് റേഞ്ച് അറൌണ്ട് 760 770 റേഞ്ചിലായിരിക്കും ബൈയിങ് പ്രൈസ് ട്രിഗർ ചെയ്യുക. അപ്പോൾ അത് ഓൾറെഡി നല്ല കയറ്റത്തിലാണ്. ഓക്കെ, നല്ല ബൗൺസിങ്ങിലായിരുന്നു. സോ എടുത്തില്ല, ഞാൻ എടുക്കുന്നതില്ല, നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഒരു 760 റേഞ്ചിൽ നിന്ന് തിരിച്ച് വീണ്ടും ഇതൊരു 840 860 റേഞ്ചിലേക്ക് ഇതിനെ ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. തീരെ ചെറുത് വെക്കേണ്ടി വരാം. സെയിം ഏതാണ്ട് റിസ്കി ട്രേഡാണ്. 790 പ്ലസ്. ഇത് ഈ എൻട്രിയൊക്കെ ഞാൻ സാധാരണ ഓർഡർ ട്രിഗർ ചെയ്യുന്ന ഏരിയകളാണ്. ഇത് 808 വരെ ഇതിനൊരു റെസിസ്റ്റൻസ് കാണും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് 900 റേഞ്ചിലേക്കായിരിക്കും പോവുക. ഒരു 30 പോയിന്റ് SL കീപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട്, പക്ഷെ പ്രീമിയം അനങ്ങുന്നില്ല. അതാണ് ഒരു പ്രശ്നം. പ്രീമിയം പക്ഷെ അനങ്ങും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് എൻട്രി ട്രിഗർ ചെയ്ത് കയറി പോകും. ഓക്കെ, അപ്പോ അവിടെ നമുക്ക് കൃത്യമായിട്ട് സെൻസെക്സിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ SLA എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഡെയിലി സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയുന്നതാണ്. കൃത്യമായിട്ട് ഇതിനെ ഫോളോ ചെയ്തിട്ടായിരിക്കണം എന്നില്ല ഇവിടെ ട്രേഡ് പോവുക എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് ഓൾമോസ്റ്റ് ടാർഗറ്റിലേക്ക് അത് പോകുന്നുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് ടാർഗറ്റ് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ഒരു സ്ട്രെങ്ത്തിന് ഒരു കുറവും കാണിക്കുന്നില്ല. സെൻസെക്സ് ആണ് മാർക്കറ്റിനെ പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നത്, പ്രത്യേകിച്ച് റിലയൻസ് ആണ് മാർക്കറ്റിനെ പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നത്. HDFC ബാങ്ക് ഇവിടെ ഉണ്ട്. ഈ ലൈവ് ഇല്ലെങ്കിൽ ഇതെന്റെ രണ്ടാമത്തെ ട്രേഡാണ്. അറൌണ്ട് പ്രൈസ് 760 770, ഇവിടെ മേളിൽ 820 എത്തുമ്പോൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി ബൈ ചെയ്യണം, സെല് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മേളിലോട്ട് പോകുമ്പോൾ ഇത് ആക്ച്വലി റെസ്പോണ്ട് ചെയ്യുന്നില്ല, പ്രീമിയം റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഈ ഒരു പ്രീമിയത്തിനകത്ത്. ഇങ്ങനെയല്ല, കുറച്ചുകൂടെ നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഒരു വലിയൊരു അഗ്രസീവ് മൂവ് കാണിച്ചു തന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വളരെ സ്ലോ ആവുന്നത്. പക്ഷെ ഇത്രയും വലിയൊരു അഗ്രസീവ്നെസ് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഇല്ല. അപ്പോ ആ പ്രീമിയത്തിന്റെ പ്രശ്നം ഇത് തമ്മിൽ മാച്ച് ആകുന്നതാണ്. ഓൾറെഡി ഒരു പ്രീമിയം പറഞ്ഞതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത് കയറും എന്നുള്ളൊരു പ്രോബബിലിറ്റി ആയിരുന്നു. സോ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കയറും, നല്ലൊരു കയറ്റം കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് അടിച്ചു. ഓക്കെ, ഇതിനെയും കയറി കുറച്ചുകൂടെ ഇതിപ്പോ ഒരു ഏരിയ എത്തി, നമ്മുടെ 81,600 എത്തിയപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നു. അത് കാരണം പ്രീമിയത്തിനകത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് 820 എത്തിയപ്പോൾ തന്നെ അത് ഹിറ്റ് ചെയ്തു. പക്ഷെ ഇത് ബുള്ളിഷ് ആവുന്നു. ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടാർഗറ്റിലേക്ക് പോയി ഹിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് യെസ്, എല്ലാ അലേർട്ടും അവിടെ ട്രിഗർ ആയിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് നമ്മുടെ ട്രേഡ് തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് മാർക്കറ്റ് നല്ലൊരു ബൗൺസിങ് കാണിക്കുമ്പോഴേക്കും നമ്മുടെ ട്രേഡ്സ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് ഈ ട്രേഡിനെ നമ്മൾ നേരത്തെ പിക്ക് ചെയ്യും. ബിക്കോസ് ഈ മാർക്കറ്റ് സൈക്കോളജി, കാൻഡിൽ സൈക്കോളജി നന്നായിട്ട് നമ്മളവിടെ
ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടുത്തെ ടാർഗറ്റ് അടിച്ചു 81,600 നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പ്രീമിയം കുറച്ച് സ്ലോ ആണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കയറ്റം എന്ന് പറയുന്നത് മാർക്കറ്റിനകത്ത് കുറച്ച് അഗ്രസീവ് ആയിരുന്നു. ഈ പ്രീമിയം നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുന്നേ, അതായത് ഈ ട്രേഡ് ട്രിഗർ ചെയ്യുന്നതിന് മുന്നേ ഈ പ്രീമിയം ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഇച്ചിരി സ്ലോ ആവുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ചെറുതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടാർഗറ്റ് ഇവിടെ ആയിരിക്കും ഇപ്പൊ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട്. അത് വിഷയമല്ല, അത് സ്ഥിരമായിട്ട് വല്ലപ്പോഴും നടക്കുന്ന ഒരു പരിപാടിയാണ്. പ്രീമിയം നേരത്തെ പോവുകയും പ്രൈസ് ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് സംഭവിക്കാറുണ്ട് ഓപ്ഷൻസിനകത്ത്. സോ ഓപ്ഷൻസ് നമ്മൾ പെർഫെക്റ്റ്ലി നമുക്ക് പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻസ് ഒരു ഒഴുക്കാണ്. ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുക. SL വെച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അത് ട്രിഗർ ചെയ്തു പോയി. ഓക്കെ, അപ്പൊ 2 ട്രേഡ് മാർക്കറ്റിൽ ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഒരു PE സൈഡിൽ അത് ഫസ്റ്റ് ക്യാൻഡിൽ, അത് റിസ്കി ട്രേഡാണ് ഈ ഒരു ക്യാൻഡിൽ ട്രേഡ്. അടുത്തത് സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ പൊസിഷൻ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം തിരിച്ച് ഇത് പ്രീമിയത്തിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെൻസെക്സിൽ ഇതുപോലത്തെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. താഴെ വന്ന് സപ്പോർട്ട് ഹിറ്റ് ചെയ്തു. തിരിച്ച് വീണ്ടും മാർക്കറ്റ് റിവേഴ്സലിൽ സംഭവിക്കുന്നു. ഈ റിവേഴ്സൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഇനി ഇതിന്റെ ട്രേഡ് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് 850 847 വരെ പോയിട്ടുണ്ട്. അപ്പോ മതിയാകും എന്ന് വിശ്വസിക്കുന്നു. 760 to 840 എന്ന് പറയുമ്പോൾ 60 പോയിന്റ് പ്രീമിയത്തിനകത്ത് നമുക്ക് ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. സാധാരണ ഒരാൾക്ക് മാന്യമായിട്ടുള്ള ഒരു ട്രേഡാണ്. ഇവിടെയും അത്യാവശ്യം 1:2.5 ആണ്. മാന്യമായിട്ടുള്ള ഒരു ട്രേഡാണ്. അതിൽ കൂടുതലും അത് പോവാൻ ഇനിയും സാധ്യതയുണ്ട്. ചിലപ്പോൾ ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കാം. 81,800 വരെ ഈ മാർക്കറ്റിനെ ട്രെൻഡ് ചെയ്ത് കൊണ്ടുപോയേക്കാം. ലൈവ് നിൽക്കുമ്പോൾ ഞാൻ ട്രേഡ് ചെയ്യാറില്ല. അത് എത്ര ലാഭം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഒന്ന് ലോട്ട് ചെറുതാക്കി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ലൈവില് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാറുണ്ട്. ഞാൻ പേഴ്സണലി ലൈവ് ഷെയർ ചെയ്യാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, SL വരുന്ന ഒരു ടെൻഷനല്ല. ലൈവിൽ നിൽക്കുമ്പോൾ പറഞ്ഞു തരുന്നത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരണം എന്നുള്ളതുകൊണ്ട് ട്രേഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കാറില്ല എന്നുള്ളതാണ്. SL ലോസ് വരുന്നു എന്നുള്ളത് കാണിക്കാൻ എനിക്കൊരു മടിയില്ല. അത് വരും. ഒരു ട്രേഡറിന്റെ ലൈഫിൽ SL ഇല്ലാണ്ട് 40 വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും SL മസ്റ്റ് ആയിട്ട് അയാൾക്ക് ഉണ്ടാവും. സോ അതൊരു വിഷയം അല്ല. ഇനി അടുത്ത് ഇവിടെ നിഫ്റ്റി നമ്മുടെ 24,800 റേഞ്ച് ആ ഏരിയയിൽ എത്തിയപ്പോൾ അത് കാണുന്നുണ്ടോ? ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഡോജ് ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ ഈ ഡോജിക്ക് ഇപ്പോഴും സാധ്യതയുണ്ട്, മേളിലോട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സോ അത് കാരണമാണ് ഇത് ഇവിടെയും സെൻസെക്സും 81,600 സെൻസെക്സിന്റെ റെസിസ്റ്റൻസ് എത്തി. ഇവിടെ നിഫ്റ്റിയുടെ പെർഫെക്റ്റ് റെസിസ്റ്റൻസ് എത്തി. ഇതേ പെർഫെക്റ്റ് സപ്പോർട്ടിന്റെ അടുത്താണ് നമ്മൾ ഇവിടെ നിന്നത്. ഇത് കണ്ടോ 25,000. അതിനുശേഷം മേളില് ഞാൻ എപ്പോഴും പറയുന്ന നമ്പേഴ്സ് ആണ്. 25,000 അടുത്ത് 24,800. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 25,000 എന്നുള്ള ലെവലിൽ നിന്നാണ് നമ്മളിപ്പോ ഫോളോ ചെയ്തത്. അല്ലെങ്കിൽ ഈ ക്യാൻഡലിന്റെ ടോപ്പ് എന്ന് പറയുന്നത് 25,000 ആണ്. ഫോളോ ചെയ്ത ഏരിയ 24,600 റേഞ്ച് ആണ്. കറക്റ്റ് അടുത്തെത്തി. പക്ഷെ കുറച്ച് മേളിലായിപ്പോയി. ബിക്കോസ് അത് നേരത്തെ ബ്രേക്ക് പിടിച്ചു. അത്രയും വീഴാൻ അതിന് താല്പര്യമില്ല. തിരിച്ച് അടുത്ത് പറയുന്ന മൂന്നാമത്തെ ലൈൻ എന്താണ്? 24,800. ഇതിന്റെ ടാർഗറ്റ് 24,800. അപ്പോൾ 3 ട്രേഡ് സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൈസ് ആക്ഷൻ വൈസിൽ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ച് എന്റെ അടുത്ത റെസിസ്റ്റൻസ് ആണ് എന്റെ ടാർഗറ്റ്, അടുത്ത സപ്പോർട്ടാണ് എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അയാൾ ഇറങ്ങിപ്പോകും. ഇതിനുശേഷം ഇത് പറക്കുമായിരിക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഇൻട്രാഡേ ട്രേഡർ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ കുറച്ച് ട്രേഡേഴ്സിനെ കാണാറുണ്ട്. ഒരു ട്രേഡിൽ ഏകദേശം 300-400 പോയിന്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ട്രേഡിങ്. ആദ്യത്തേത് സ്കാൽപ്പിംഗ്, രണ്ടാമത്തത് ഡേ ട്രേഡിംഗ് ഇല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയും. അത് ഒരു ട്രേഡിനെ ടാർഗറ്റിൽ വന്നാലും അടുത്ത ഫർദർ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യും. ഇതിലാണെങ്കിൽ 5 ട്രേഡിൽ 4 ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ 1 ട്രേഡോ 2 ട്രേഡോ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ നമ്പർ ഓഫ് വിന്നിംഗ് ട്രേഡ് കുറഞ്ഞുകൊണ്ടിരിക്കും, ലാഭം കിട്ടുന്ന ട്രേഡിന് ലാഭം കൂടുതലായിരിക്കും. ഞാൻ പറയുന്ന നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ട്രേഡേഴ്സ് അല്ല, ആ ഒരു ഗ്രോയിങ് ട്രേഡേഴ്സ് ആണ്. ആ ഗ്രോയിങ് ട്രേഡേഴ്സ് എപ്പോഴും ആദ്യത്തെ ടാർഗറ്റിൽ എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കംപ്ലീറ്റ് ബുക്ക് ചെയ്യണമെന്നില്ല, പാർഷ്യലി ബുക്ക് ചെയ്ത് ജീവിതത്തിൽ വ്യൂ ബുള്ളിഷ് തന്നെയാണ്. ഡെഫിനറ്റ്ലി അത് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് തന്നെ നിഫ്റ്റിയുടെ ബുള്ളിഷ് പാറ്റേൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അത് ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, അപ്പോ ആ ഒരു ബുക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ്. എന്റെ ഫസ്റ്റ് ടാർഗറ്റ് എത്തിയപ്പോൾ എന്തായാലും പാർഷ്യലി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് ടാർഗറ്റ് വരുമ്പോൾ ഞാൻ സെക്കൻഡ് പാർഷ്യലി ബുക്ക് ചെയ്ത് കയറി പോകുന്ന ഒരു സിറ്റുവേഷൻ. മറ്റേതിൽ നമ്മുടെ ടാർഗറ്റ് ഇപ്പൊ ഹിറ്റ് ചെയ്യും 86. യെസ്, അടിച്ചു.
അതിന്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമുക്ക് എസ് എൽ എത്രയായിരുന്നു? ഓൾമോസ്റ്റ് 1:3 റിസ്ക് റിവാർഡിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇപ്പൊ ഈ ലൈവിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 4K to 6K ആയിരിക്കും എന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിവിടെ മിസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. നമുക്ക് ഒരു ട്രേഡ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരു വലിയൊരു കാര്യമുണ്ട്. ലാഭം പിന്നീട് വരും, ഇതുപോലെ ട്രേഡുകൾ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കാണുമ്പോൾ അറിയാം, ഓ നല്ലൊരു ട്രേഡ് കാണാൻ പറ്റി എന്നുള്ളത്. ലൈവിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ സ്ഥിരം കാണാറുണ്ട്, ലൈവില് നല്ലൊരു ട്രേഡ്സ് കാണുമ്പോഴേക്കും ഓക്കെ ഇത് നമ്മുടെ ജീവിതത്തിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് തോന്നും. അതേ ട്രേഡ് തന്നെയാണ് ഇവിടെ ട്രിഗർ ചെയ്യുന്നത്. നമുക്ക് ലൈവിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സ് തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഈ ട്രേഡിംഗ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. സാധാരണ ഒരു കോമൺ മലയാളിക്കോ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനും ട്രേഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ശ്രദ്ധിക്കുക, കാശിന്റെ പറയുന്നത് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാശിന് വേണ്ടിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ കാശിന്ന് മാത്രം പോവുകയാണെങ്കിൽ അത് അത്ര നല്ലൊരു പരിപാടിയല്ല. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്, 900 റേഞ്ചിലേക്ക് നമുക്കിത് മാക്സിമം കിട്ടാനുള്ള, മാക്സിമം നല്ല ഇനിയും പോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മുടെ ടാർഗറ്റ് ഇനിയും വൈഡാണ്. 880 വരെ വന്നില്ലേ. ഇതിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് കാണുമ്പോൾ വിഷമം വരിക. നമ്മൾ അത്യാവശ്യം നല്ല ലാഭം കിട്ടിയിട്ടും വീണ്ടും ഇതിന്റെ കയ്യിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ബിഗിനറിന് ചിലപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നടക്കണം എന്നില്ല. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഓൾമോസ്റ്റ് 880 വന്നിട്ട് നമ്മൾ അത് ബുക്ക് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 830 വരെ വന്നു. വീണ്ടും ഇത് കയറി പോയേക്കാം. നമ്മൾ 50 പോയിന്റ് റിസ്ക് എടുത്തിട്ടല്ല നമ്മൾ അവിടെ ചെയ്യുക. ആ ഒരു ലാഭത്തിന് നമ്മൾ എവിടെയെങ്കിലും ഒരു 860 870 കുറച്ച് ബുക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ പോവുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്. വീണ്ടും ഒരു ലോട്ടോ 2 ലോട്ടോ ഒക്കെ കയ്യിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഭാവിയിൽ ഈ കാണാമല്ലോ സന്തോഷത്തോടെ, എനിക്ക് അവിടെ അത്യാവശ്യം നല്ലൊരു ട്രേഡ് കിട്ടി എന്നുള്ളത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അത് മനസ്സിൽ വെച്ചിരിക്കുക. ആർക്കും കാണിക്കാനല്ല, നമുക്കൊരു തൃപ്തി വരാൻ വേണ്ടിയിട്ട്, നമ്മളൊരു നല്ലൊരു ട്രേഡറായി വളരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രേഡിനെ നമുക്ക് കീപ്പ് ചെയ്യാം. അതിനകത്ത് ലാഭം നോക്കരുത്. അവസാനത്തെ ലോട്ടിലോ അല്ലെങ്കിൽ അവസാനത്തെ 1-2 ലോട്ടിൽ ലാഭം നോക്കരുത്. നല്ല ട്രേഡിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുക. നമ്മൾ കാണുന്ന നല്ല ട്രേഡ് കിട്ടുമ്പോഴേക്കും നമ്മളവിടെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് നല്ല ട്രേഡ് ആയിരുന്നു. ഇതിന്റെ റീസൺ കംപ്ലീറ്റ്ലി ഈ വീഡിയോ ഞാൻ പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ബിക്കോസ് അതിന്റെ റീസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നു, ആ ബാങ്ക് നിഫ്റ്റി വെച്ചിട്ട് എങ്ങനെ എന്റെ ഈ വാച്ച് ലിസ്റ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു, ഈ വാച്ച് ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ എങ്ങനെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു. അത് എങ്ങനെ സെൻസെക്സിനെ റിഫ്ലക്ട് ചെയ്യുമെന്നും അത് നിഫ്റ്റിയിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുമെന്നും ആ ട്രേഡ് എങ്ങനെ എന്റെ പ്രീമിയത്തിനകത്ത് ഹിറ്റ് ചെയ്യും എന്നുള്ള കംപ്ലീറ്റ് ഈസി ഓപ്പൺ ആയിട്ടുള്ള ഒരു വേ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഇത് പഠിക്കാൻ കോഴ്സ് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുക എന്നുള്ളത് മാത്രമേ. അത് സ്വന്തമായിട്ട് സെൽഫായിട്ട് തോട്ട് ചെയ്യാം, കോഴ്സിൽ പോയിരുന്നു പഠിക്കാം എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്. സോ ജസ്റ്റ് ആ ഒരു അനാലിസിസ് പറഞ്ഞു തന്നു. എന്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 900 എന്നുള്ളത് 880 സന്തോഷമായിട്ടുള്ള ഒരു ടാർഗറ്റാണ്. ഇനിയും ഇത് കയറിപ്പോവും. ബിക്കോസ് ഇനിയും വൈഡായിട്ട് ഇതിന്റെ ടാർഗറ്റ് കിടപ്പുണ്ട്. 82,000 കിടപ്പുണ്ട് സെൻസെക്സിന്. ദാറ്റ്സ് ഓക്കെ. ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോ ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്നുള്ള സിമ്പിൾ ടെക്നിക്കാണ്. പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനനുസരിച്ച് റിസ്ക് റിവാർഡ് വെക്കുക എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. തെറ്റിപ്പോവും, SL അടിക്കും. ആ SL അടിക്കുന്ന സമയത്ത് SL വെക്കാത്ത ഒരാൾക്ക് പിന്നെ ജീവിതത്തിൽ ട്രേഡ് ചെയ്യാൻ ക്യാപിറ്റൽ കാണാത്തൊരു അവസ്ഥ വരും. നല്ലൊരു കളിക്കാൻ നമ്മുടെ ഡ്രൈവഡ് പറയും പോലെ റൺഔട്ട് ആകുന്നതിന് തുല്യമാണ് അവിടെ ഒരു SL വെക്കാണ്ടിരിക്കുക എന്നുള്ളത്. സോ അത്രേ ഉള്ളൂ. മാർക്കറ്റ് കയറി പോട്ടെ. എന്റെ ട്രേഡാണ് അവിടെ മിസ്സായി പോകുന്നത്. കംപ്ലീറ്റ്ലി ദാറ്റ് ഈസ് ഓക്കെ. ആദ്യത്തെ ട്രേഡ് ലാഭത്തിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു 50 പോയിന്റിന് താഴെ ഉള്ളൂ. ഇതിപ്പോ ഒരു ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റ് അടുപ്പിച്ച് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ അത് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അർജുനൊക്കെ ലൈവിലുണ്ടായിരുന്നു, ചിലപ്പോൾ എടുത്തിരിക്കാം. പലപ്പോഴും ലൈവ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് P&L ഷെയർ ചെയ്ത് വരാറുണ്ട് പലരുടെയും. ഓക്കെ, അപ്പൊ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. ഓൾമോസ്റ്റ് അവിടുത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ നോക്കാം. ഇവിടുത്തെ റീടെസ്റ്റ് നമുക്ക് കിട്ടിയില്ല, പക്ഷെ ബ്രേക്ക് ഔട്ടിൽ എടുത്ത ട്രേഡ്സിന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇതിനു വേണ്ട ഒരു ലൈവ് നിൽക്കുന്നത് ക്വാളിറ്റിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി കയറി പോകുന്നെങ്കിൽ ഇനി കയറി പോട്ടെ. ഇതെല്ലാം എക്സ്ട്രാ ബോണസസ് ആണ് ഇനി മേളിലേക്ക് കയറി പോകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ രണ്ടാമത്തെ ട്രേഡ് കംപ്ലീറ്റ്ലി എനിക്ക് പേഴ്സണലി മിസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ സന്തോഷം, വളരെ നല്ലത്. അപ്പോ വേറൊന്നുമില്ല, ടാർഗറ്റ് ഹിറ്റാണ്. ഓക്കെ,
അപ്പോ ബാക്കി മൂവ്മെന്റ് വേണമെങ്കിൽ ഒരു മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ക്യാൻഡൽ ഹൈ ബ്രേക്ക് ഇല്ല, അവിടെ തന്നെ നിന്ന് ട്രേഡ് ചെയ്യണം. പക്ഷെ അത് കയറി പോകും കേട്ടോ. അതിന്റെ ആ ഒരു സിനാരിയോ എന്ന് പറയുന്നത് കയറി പോകാനുള്ള ഒരു സെറ്റപ്പിലാണ്. ബിക്കോസ് 24,800 820 മേളിൽ ക്ലോസിംഗ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത 880 വരെ അതിന് മേളിലോട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. സോ 820 അങ്ങനെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുകയാണെന്നുള്ളതാണ്. സോ ഇനഫ്. ഞാനിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ലൈവ് ട്രേഡിങ്ങിനകത്ത് നമ്മളെ ട്രേഡിങ് പഠിച്ചു എന്നുള്ളത് വിശ്വസിക്കുന്നു. ഇതിന്റെ ബേസിക് ആണ്. ഇത് ട്രേഡ് നടന്ന സമയത്താണ് ഞാൻ അവിടെ ലൈവ് വരുന്നത്. ഈ ട്രേഡ് നടക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. സോ അത് നമ്മുടെ ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. സോ ഇനിയൊരു ദിവസം നമുക്ക് ഇതുപോലെ ഒരു ലൈവ് ഇരിക്കാം. ഇതുപോലത്തെ എന്തെങ്കിലും നല്ല ട്രേഡ്സ് ട്രിഗർ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ആകെ ലേറ്റാണ്. ഞാൻ യൂട്യൂബിനകത്ത് ലൈവ് വീഡിയോ ഇട്ടിരിക്കാം. ഒരു ട്രേഡ് ട്രിഗർ ചെയ്താണ്. ഓൾമോസ്റ്റ് ആ ട്രേഡിന് വീണ്ടും കണ്ടിന്യൂറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫ്രീ ആകുമ്പോൾ ഈ ഒരു വീഡിയോ ഇരുന്ന് കാണുക. നല്ല ഒരു അനാലിസിസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.